ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൂടി വരികയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ചെലവുകളാണ് വല്ലാത്ത വർദ്ധിച്ചിരിക്കുന്നത്. മനുഷ്യന് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന ആരോഗ്യ മേഖലയിലുള്ള ചെലവുകളെ ആണ് ഇനി നമ്മൾ കണക്കിലെടുക്കുന്നത്. ആ ചെലവുകൾ തീരെ ഇല്ലാതെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് യോഗശാസ്ത്രം ശരിക്കും. അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഈ ജൂൺ 21 തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം? കുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് അതിന് ഉത്തരം ഞാൻ തന്നെ പറയേണ്ടി വരും. എന്തായിരിക്കും അതിന് കാരണം? ഈ ജൂൺ 21 പ്രത്യേകത എന്ന് വെച്ചാൽ പകലും രാത്രിയും തുല്യമായി വരുന്ന ഒരു ദിവസമാണ്. അല്ലാതെ ദിവസങ്ങളിൽ ഈ ഏറ്റക്കുറച്ചിലുണ്ടാവും. പകല് ചിലപ്പോൾ ജാസ്തിയായിരിക്കും, അല്ലെങ്കിൽ രാത്രി ജാസ്തിയായിരിക്കും. ഇത് തുല്യമായി വരുന്ന ദിവസമാണ് ജൂൺ 21. കാരണം സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് പോകുന്നതിന് മുന്നേ, ഇപ്പൊ ദക്ഷിണായനത്തിലേക്ക് പോകാൻ കർക്കിടക മാസത്തിലാണ് പോകാൻ നമുക്കറിയാം. ദക്ഷിണായനത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇതൊരു സമ അവസ്ഥയിലെത്തുന്ന ദിവസമാണ് ഐക്യരാഷ്ട്രസഭ ഈ ജൂൺ 21 തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. കാരണം അത് നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇപ്പൊ യോഗയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം അരമണിക്കൂർ മെനക്കെടുകയാണെങ്കിൽ, അത്രയേ വേണ്ടൂ, അരമണിക്കൂർ മെനക്കെടുകയാണെങ്കിൽ ആജീവനാനന്ദം നമ്മൾക്ക് രോഗമില്ലാത്ത കഴിയാൻ പറ്റും. ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ ഈ മേഖലയിൽ ഏകദേശം ഒരു 47 കൊല്ലം കഴിഞ്ഞു. ഈ മേഖലയിൽ മരുന്നൊന്നും കഴിക്കാറില്ല. ആളുകൾക്ക് മരുന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന വൈദ്യരും കൂടിയായി. അപ്പം മിക്കവാറും ആളുകൾക്ക് എന്തെങ്കിലും 1 or 2 മരുന്ന് എഴുതി കൊടുത്താൽ അവർ മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല. അവരിങ്ങോട്ട് പറയും ഈനെ കൊണ്ടാ മാറുന്നത് എന്നുള്ളൊരു ബോധം. ആ ബോധമാണ് നമ്മൾ ആദ്യം എടുത്തു കളയേണ്ടത്. കാരണം ഫിസിക്കലായിട്ടുള്ള അഭ്യാസം പണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ട് അരക്കുന്നുണ്ട് നമ്മൾ. എന്തെന്നാണ് അഭ്യാസം വേറെ ചെയ്യേണ്ടത്? എല്ലാ നാഡിചരമ്പുകളും വലിയുകയും ചെസ്റ്റ് എക്സ്പാൻഡ് ആവുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു അടിസ്ഥാന കാരണം പോലും അതാണ്. അതേപോലെ തന്നെ വെള്ളം വലിക്കണം. ഇപ്പൊ വെള്ളം വലിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈവന്നിച്ചേ. 3, 4, 5 പേരേ ഉള്ളൂ. അതന്നെ ആ വെള്ളം വലിക്കൽ എങ്ങനെയായിരിക്കും അറിയാം? കുടിക്കേണ്ട വെള്ളം മാത്രം ആണോ? വല്ലയോ? അല്ലാതെ മറ്റെല്ലാത്തിനും വെള്ളം വലിക്കണ്ടേ? മറ്റൊന്ന് അലക്കണം. അലക്കുന്നവരൊന്ന് കൈവന്നിച്ചേ. മിഷനിൽ ഇളക്കിയിട്ട് അറിയുന്നവരാണ്. എന്നിട്ട് കൈവന്നിക്കാൻ ഒരു കുഴപ്പമില്ല. പണ്ട് ഇതെല്ലാം എന്താണ്? വ്യായാമത്തിൽ പെടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വ്യായാമത്തിന്റെ ആവശ്യമില്ല. ഇന്നതല്ല. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്നില്ല. വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടും നമുക്കറിയാം. എന്നിട്ട് തീരെ വ്യായാമം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഭക്ഷണമാണെങ്കിൽ പഴയ കാലത്തുള്ള ജീവൽ ഭക്ഷണമല്ല ഇപ്പൊ കഴിക്കുന്നത് നമ്മൾ. പഴയ കാലത്ത് ജീവൽ ഭക്ഷണം ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭക്ഷണം തന്നെ ബിസിനസ്സായി മാറിയത് കൊണ്ട് അതിൽ കൂടി നമ്മൾക്ക് രോഗങ്ങൾ വാങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസും ഇല്ല. ഇത് 2 കാരണം മതി നമുക്ക് രോഗികളായി മാറാനും. നമ്മുടെ പ്രദേശത്ത് 2 വലിയ ആശുപത്രി വന്നിരിക്കുകയാണ്. ഇനി വരാത്ത ഭാഗ്യം. ഈ ഒരു പ്രദേശത്ത് ഏറ്റവും വലിയ ആശുപത്രി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ല ആരോഗ്യമുള്ള ആൾക്കാർ ഉണ്ട് എന്നാണോ അർത്ഥം? ആരോഗ്യമുള്ള ആൾക്കാരുള്ള പ്രദേശത്ത് ആശുപത്രിയെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലല്ലോ. അപ്പൊ നമ്മളെ പ്രദേശം അവർ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഏറ്റവും കൂടുതൽ ആരോഗ്യമില്ലാത്തവര് ഉള്ളത് കൊണ്ടാണ് അവര് ഇവിടെ തൊട്ടടുത്ത് തിരഞ്ഞെടുക്കാൻ കാരണം. അത് നമ്മൾ മാറ്റി ചികിത്സാ മേഖലയിലുള്ള ചൂഷണത്തിന് എതിരായിട്ട് പോലും ആണ് നമ്മുടെ ചേതനായോഗ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിതമാക്കാൻ വേണ്ടി. അത് മാത്രമല്ല, മരിക്കാൻ വേണ്ടി ആശുപത്രിക്ക് 4-5 ലക്ഷം കൊടുത്തിട്ട് മരിക്കുന്ന ഒരു കാലമായിരുന്നു. എങ്ങനെയാണ് അവർ പരിശോധിക്കുന്നത് അറിയാവോ? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യം നിങ്ങളെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കി, എന്നിട്ട് നോക്കുന്ന എന്താണെന്നറിയാവോ? ഈ മനുഷ്യന് LIC ഉണ്ടോ എന്ന് നോക്കും. LIC തീരുന്നവരെ ആശുപത്രിയിലെ
ഇത് നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത്, അല്ലാതെ വെറുതെ കഥ പറയുന്നൊന്നുമില്ല. നമ്മളെ രാജഗോപാൽ മാഷിൻ്റെ ഭാര്യയുടെ അച്ഛൻ മദ്രാസ് അപ്പോളോ ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്തു. കാരണം ഇനി തിരിച്ചു വരില്ല എന്ന് അവർക്കും അറിയാം. അവർ നോക്കിയത് എന്താണ്, ഈ മനുഷ്യന് എത്ര LICയുടെ പൈസയുണ്ടെന്ന്. ആ LICയുടെ പൈസ തീരുന്നവരെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കി. ആ LICയുടെ പൈസ തീരുമ്പോഴത്തേക്ക് വെന്റിലേറ്റർ ഓഫാക്കി അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം ആരും ഇനി പറയാൻ ഇല്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ യോഗ ചെയ്താലുണ്ടാകുന്ന ഗുണം സ്ഥൈര്യം, ആരോഗ്യം, അങ്കലാവണ്യം, അനായാസന മരണം. അതാണ്. നല്ല ധൈര്യം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, അങ്കലാവണ്യം ഉണ്ടാവും, മരണം അനായാസമായി. മരണത്തെ നമ്മൾ ഭയപ്പെട്ടിട്ടാണ്. ഭയപ്പെട്ടാലും ശരി മരിക്കും, ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ മരിക്കും, എങ്ങനെയാലും മരിക്കും. ചിലരുടെ ധാരണ ഈ ഇറയിൽ ഇങ്ങനെ ചെടി വെക്കുന്ന, ഒന്നും ചെടി വെക്കൂല പക്ഷെ മരിക്കും. പക്ഷേ യോഗ ചെയ്താലുണ്ടെന്ന് മറ്റൊരു ഗുണം എന്താന്ന്, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ബാധ്യതയാവില്ല. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഒരുപാട് പ്രായമുള്ള ശിഷ്യന്മാർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ മരണം വളരെ വളരെ ലളിതമായിട്ടായിരിക്കും. എന്താ കാരണം എന്ന് എന്താ കാരണം ചോദിക്കുക. ആരും അനങ്ങുന്നില്ലല്ലോ. മരണത്തെ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എന്തായാലും മരിക്കൂലേ? സംശയമുണ്ടോ? ഇതാരും അനങ്ങാത്തത്. ആ മരണത്തെ ഭയപ്പെടുത്തിയിട്ടാണ് നമ്മളെ ചികിത്സാ സമ്പ്രദായങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. നിങ്ങൾ എന്ത് തന്നെയായാലും പോയേ മതിയാളൂ, ഒരു സംശയവും വേണ്ട. പക്ഷെ ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ള മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ, മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ, അതാണ് അവർ തന്നെ സ്വയം പഴിക്കും. ഇവരൊന്ന് പോയി കിട്ടിയെന്ന് തിരക്കില്ലാന്ന്. കാരണം അത് അവരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. വെള്ളക്കിടക്കയിലെല്ലാം ആക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? യാതൊരു രക്ഷയില്ലല്ലോ. അപ്പൊ അനായാസേന മരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റുള്ള കൂട്ടർക്ക് നമ്മൾ യാതൊരു കാരണവശാലും ബാധ്യതയാവില്ല. സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ അരമണിക്കൂർ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നില്ലെങ്കിൽ, നമ്മൾക്കൊരു കാറുണ്ടെങ്കിൽ ആ കാറ് ക്ലീൻ ചെയ്യാൻ എത്ര സമയമെടുക്കും? ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ആ ബൈക്ക് ക്ലീൻ ചെയ്യാൻ എത്ര സമയമെടുക്കും? അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ലേ ഇത്. അതിനു വേണ്ടി നമുക്ക് ഒരു അരമണിക്കൂർ ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ തമാശ പറഞ്ഞല്ല ഞാനിത്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ യോഗ വികസിപ്പിക്കുന്നത് സമൂഹ നന്മക്ക് വേണ്ടി തന്നെയാണ്. അതാണ് ഈ സംഘടന ഇങ്ങനെ അത് ഏറ്റെടുക്കാൻ കാരണം. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്ക് ഈ യോഗ മത്സരത്തിൽ, യോഗ അസോസിയേഷന്റെ മെയിൻ വിഷയം അതാണ്. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോളം ജോലി സാധ്യതയ്ക്കും ഉപരിപഠനത്തിനും സാധ്യതയുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മളത്. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റാണ്. അതിനും നമ്മളെ കുട്ടികളാരെയും കാണുന്നില്ല. കാരണം ഇത് മറ്റ് മത്സരങ്ങളിൽ കാട്ടിയും ഈ മത്സരത്തിന് വന്നാൽ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് അങ്ങോളം ഉള്ള ജോലി സാധ്യതയ്ക്കും ഉപരിപഠനത്തിനും വേണ്ടുന്നതാണ് നമ്മുടെ ആളുകൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ ഗവൺമെന്റ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും യോഗ പഠിപ്പിക്കാൻ പാഠ്യ പദ്ധതി നമ്മളെ അസോസിയേഷൻ്റെ ആളുകൾ, ഞാനടക്കമുള്ള കമ്മിറ്റി തയ്യാറാക്കി കൊടുത്തു ഗവൺമെന്റിന്. അത് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ മുഴുവൻ അത് നടപ്പിലാക്കണ്ടെങ്കിൽ ഏകദേശം ഒരു 8000-ന്റെ മേലെ യോഗ അധ്യാപകന്മാർ വേണം. ആ 8000-ന്റെ അടുത്ത് നമ്മുടെ അധ്യാപകന്മാർ ഇല്ല. നമ്മുടെ ആളുകൾക്ക് ഇത് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതൊരു തൊഴിൽ സാധ്യതയായി മാറിയിരിക്കുന്ന കാര്യം പോലും ആളുകൾ ഇന്ന് അറിയുന്നില്ല. അപ്പൊ ഇതൊരു തൊഴിൽ സാധ്യത കൂടി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു അന്തർദേശീയ യോഗ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തിനാണ് ഞാനിത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ DYTക്ക് 30-ാം തീയതി വരെ ഇതുള്ളൂ. നിങ്ങൾ ആരെങ്കിലും, നിങ്ങളെ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ചേർക്കാം. കാരണം അത് വന്നു കഴിഞ്ഞു. അത് നടപ്പിലാക്കാത്തത് ഇത്രയും അധ്യാപകന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും നമ്മുടെ യോഗ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ അസോസിയേഷനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതും യോഗ ചെയ്യേണ്ടതും.
യോഗ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലോ. എത്ര യോഗ ചെയ്യാൻ സ്ഥലം വേണ്ട? ഏ ഒരു പായല്ലേ വേണ്ടു. ആ ഒരു പായി ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമോ? പക്ഷെ ഇപ്പം പായി ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? പായുള്ള വീട്ടുകാരൊന്ന് കൈവന്നിച്ചേ. ഒരൊറ്റ വീട്ടിലുമില്ല പായി. ഈ പായ എന്ന് പറയുന്ന സാധനം കൈതയുടെ ഇല കൊണ്ടുണ്ടാക്കുന്ന. ഈ കൈതക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിലെ ടോക്സിൻസ് വലിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സാധനമാണ് കൈത. പക്ഷേ ആ കൈത ഇപ്പം നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല. പ്ലാസ്റ്റിക് പായോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പുല്ലുപായോ അങ്ങനത്തെ സാധനങ്ങളല്ലാണ്ട് ഈ ഒറിജിനൽ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പഴയ കാലത്ത് താഴ്ന്ന സമുദായക്കാർ എന്ന് പറയുന്ന ഹരിജനങ്ങള് അവര് പായമടച്ചിട്ടാണ് ഉപജീവന മാർഗം നടന്നുകൊണ്ടിരുന്നത്. അവര് എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും അവരുടെ കൈതയുടെ ഓല കൊണ്ടാണ്. ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 3 മാസം മെറ്റേണിറ്റി ലീവ് ഉണ്ടാവും. അവർക്ക് 3 ദിവസമാണ് മെറ്റേണിറ്റി ലീവ്. 4-ാമത്തെ ദിവസം പാടത്തിൽ പണിക്ക് പോയിക്കൊള്ളും. ആ 4-ാമത്തെ ദിവസം പാടത്ത് പണിക്ക് പോകുന്ന ഈ കൈതയുടെ ഇലയും അതേപോലെ കൈതക്കുള്ള ചക്കയും ഇടിച്ച് പിഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചിട്ട് അത് ഉപയോഗിച്ച് കഴിച്ചിട്ടാണ് 3 ദിവസം കൊണ്ട് പ്രസവ സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതാർക്കും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ അത്രയും നല്ല പായയിൽ നമ്മൾ പായ വാങ്ങുകയില്ല. പായൽ എന്താ അനങ്ങാത്താരും കിടക്കുകയില്ല. ആ പായയില് നല്ല മരക്കട്ടിലാണ് നിങ്ങൾ കിടക്കുന്നതാണെങ്കിൽ നടുവേദന എന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. പക്ഷേ അതിനി തിരിച്ചു കൊണ്ടുവരുമോ? നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇദ്ദേഹത്തിന് ഇവിടുന്ന് പ്രസംഗിച്ചു പോവാ. ഈ കിടക്കയിലല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ എന്തിനാണ് ഞാൻ പറഞ്ഞ പഴയതെല്ലാം നമ്മൾ തള്ളിയത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രാണായാമം. ഈ പ്രാണായാമം നമ്മൾ ശീലിക്കുന്നത് ശരീരത്തിന് മാത്രമല്ല, മാനസികമായിട്ട് നമ്മൾക്ക് ഉല്ലാസം വരും. ആ മാനസിക ഉല്ലാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ദേഷ്യം പിടിക്കുന്നത് ആർക്കും ദേഷ്യം പിടിക്കല്ല, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെ ശ്വാസഗതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെയും മുഖത്ത് ദേഷ്യത്തിന്റെ ഒരു ഭാവം കാണുന്നില്ലല്ലോ. അപ്പൊ ആർക്കും ദേഷ്യം പിടിച്ചിട്ടില്ല. ഉണ്ടോ? ദേഷ്യം പിടിക്കുമ്പോൾ നമ്മളെ ഭാവം എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. ശ്വാസഗതി എങ്ങനെയാ? അങ്ങനല്ലേ ഉണ്ടാവുക? അപ്പൊ ആ ശ്വാസഗതി മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് ദേഷ്യത്തിന്റെ സ്വഭാവം വരുന്നത്. അപ്പൊ 2 നാഡികളാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നത്, എടയും പിങ്കലയും. ഇടതുഭാഗത്തെ കൂടിയാണ് ശ്വാസം വരുന്നതെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് അറിയാതുകൊണ്ടാണ്. ഇടതുഭാഗത്തെ കൂടി ശ്വാസം വരുന്നതെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പ്രതികരിക്കും, ദേഷ്യം വരികയും ചെയ്യും. അത് വലതുഭാഗത്തെ കൂടി ശ്വാസം വരുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് അയ്യോ ഞാനത് അയാളോട് പറയണ്ടേനും കേട്ടാ, എന്തെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് അത് ഓർമ്മയുണ്ടാവില്ല. കാരണം ഇടതുഭാഗത്തെ കൂടി ശ്വാസം വരുമ്പോൾ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അത് അങ്ങനെയാണെന്ന് മനസ്സിലാവേണ്ടെങ്കിൽ നമ്മൾ നാഡിശുദ്ധി പ്രാണായാമം പഠിച്ചാൽ ഈ വ്യത്യാസത്തെ മനസ്സിലാവുകയും ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലോ? വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? സന്ദർഭം വരുമ്പല്ലേ ബ്രേക്ക് ചെയ്യേണ്ടത്. അതേപോലെ മനസ്സിനെ എപ്പോഴാണ് നിയന്ത്രിക്കേണ്ടതെന്ന് ചോദിച്ചാലോ? ഇതനങ്ങാത്താരും ആവശ്യം വരുമ്പോ അല്ലേ? ആവശ്യം വരുമ്പോ ഇപ്പൊ നിയന്ത്രിക്കുന്നുണ്ടോ? നിയന്ത്രിക്കുന്നില്ല. അത് മാത്രമല്ല, വെറുതെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അകത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾക്ക് എന്താവും? വട്ടുപിടിക്കുന്ന പോലെ ഉണ്ട്. ആവശ്യം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധ്യാനം. ഇപ്പൊ നമ്മൾ ആവശ്യം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ടോ ഇല്ലയോ? ഉടനെ ആക്സിഡന്റ് അല്ല ആവുന്നത്. എന്താ അനങ്ങാത്താരും? അങ്ങനല്ലേ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ശരിക്കും പ്രാണായാമം ശീലിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾക്ക് സ്വാധീനമായി വരും. അതിനാണ് ഈ പ്രാണായാമം ശീലിക്കുന്നത്, വെറുതെ ശീലിക്കുന്ന അല്ല. അതേപോലെ തന്നെ ആളുകൾ സമാധി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാമിമാരൊക്കെ മരിച്ചാൽ സമാധി എന്നും, പിന്നെ രാജാവ് മരിച്ചാൽ കാലം ചെയ്തെന്നും, നേതാക്കന്മാർ മരിച്ചാൽ നാട് നീങ്ങുന്നും, പിന്നെ ഇങ്ങനെ കുറെ മരണത്തിന് കുറെ പേരുകളുണ്ട്. സമാധി മരണമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ ആനന്ദം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്തും ഈ ലോകത്ത് നമുക്ക് ആനന്ദിക്കാം. ഒരാൾ വഴക്ക് പറയാണ്, ആ വഴക്ക് ആസ്വദിച്ചൂടെ? ഇത്ര മനോഹരമായിട്ട് തന്നെ വഴക്ക് പറയുന്നു,
എന്താ ഭംഗി. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോക്കട്ടെ. അപ്പൊ വരൂ ഉള്ളുന്ന്. ആരാ വരിക? ഇറങ്ങാത്താര്. ദേഷ്യം വരൂലേ? അപ്പൊ ഒളിച്ചു വെച്ചിരിക്കുന്ന ക്രോധം ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാവണ്ടെങ്കിൽ ഈ സമാധി എന്നുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. സമാധി എന്ന ആള് മരിച്ചു പോകാന്നുള്ളതല്ല, ആനന്ദിക്കുക എന്നുള്ളതാണ്. ഏത് സംഗതി ആനന്ദിക്കുക. വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പം ആരെങ്കിലും വഴക്ക് പറയുമ്പം എന്ത് രസമാണ് അദ്ദേഹത്തിന്റെ വഴക്കെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതനങ്ങാത്താര് ഉണ്ടോ? ഉടനെ എന്നാലും നിങ്ങൾ എന്നോട് അത് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ നമ്മളെ സ്വഭാവം വരുന്നത്. എന്താ അനങ്ങാത്താരും? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇനി മുതൽക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ഇവളിപ്പോ എന്ത് പറഞ്ഞിട്ടും ഒരു മിണ്ടുന്നില്ലല്ലോ, അത് തിരിച്ചിട്ട് ഭർത്താവ് ഇങ്ങനെക്ക് എന്തോ പറ്റി എന്ന് ഡോക്ടറെ കാണിച്ചാലോ എന്ന് വിചാരിക്കും. അതല്ല ശരിക്കും എല്ലാ പ്രശ്നങ്ങളും ശാന്തമായ അവസ്ഥയിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അശാന്തമായ മനസ്സിന്റെ ഉടമകൾക്ക് എപ്പോഴും അവർ പ്രശ്നക്കാരാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന്, ജീവിത പ്രശ്നങ്ങളിൽ നടക്കും നമുക്ക് നേരെ സഞ്ചരിക്കാനുള്ള പദ്ധതിയാണ് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രം. അത്രയും ബൃഹത്തായ യോഗശാസ്ത്രം പഠിപ്പിക്കാൻ നമ്മളെ ഇടയിൽ തന്നെ ധാരാളം ആളുകൾ വന്നിരിക്കുകയാണ്. നമ്മൾക്കിപ്പോൾ ധാരാളം ടീച്ചർമാരുണ്ട്. അവരെ നമ്മളെ പ്രദേശത്ത് അവരെ ഉപയോഗിച്ച് നമ്മൾ ഇത് പഠിക്കണം, പ്രാവർത്തികമാക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരം രോഗി, നേരത്തെ അദ്ദേഹം സ്വാഗത ഭാഷണത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ എത്രയാണ് ആയുസ് പറഞ്ഞ അദ്ദേഹം? 90, 85. ഇപ്പൊ ഇങ്ങോട്ടാണ് ആധുനികതയിലേക്ക് വരുമ്പോ എത്ര ആയുസ്? 60, 65 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയുള്ള ഒരു തലമുറക്ക് അതിലും താഴോട്ടാണ് ലഭിക്കാൻ പോകുന്നത്. 40, 42. ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു ഇന്ന്. എന്തുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്? നമ്മൾ വളരെ ശ്രദ്ധിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. എന്തുകൊണ്ട് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു? അത് ആ കുഴഞ്ഞു വീണ് മരിക്കാൻ കാരണം നമ്മുടെ ശരീരത്തിലെ സോഡിയം കുറയുന്നുണ്ടാണ്. ഈ സോഡിയം കുറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ് അതിന് കാരണം. ആ കല്ലുപ്പ് നമ്മൾ വാങ്ങിയിട്ട് ഓട്ടിലിട്ട് വറുത്ത് ഉപയോഗിക്കുക. നിങ്ങൾ മാസാമാസം സോഡിയം കുറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത് ഉണ്ടാവില്ല, ഒരു സംശയവും വേണ്ട. കാരണം എൻ്റെ ഭാര്യയുടെ അമ്മക്ക് സോഡിയം കുറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പം ഇതുകൊണ്ടാണ് മാറുന്നത്. കാരണം മോളെ ഭർത്താവാണ്, വൈദ്യരാന്ന് അംഗീകരിക്കുന്നില്ല. ഈ ഉപ്പ് വറുത്ത് പിടിച്ചിട്ടാ സോഡിയം പിന്നെ കുറയുന്ന മാറുന്നത് എന്നുള്ള ബോധം. ഞാൻ പറഞ്ഞു, നിങ്ങളിത് ചെയ്തു നോക്കാദ്യം, ഒരു മാസം ചെയ്തു നോക്കിയിട്ട് പറയാൻ നോക്കും. ആ സ്ത്രീ മരിക്കുന്നവരെ പിന്നെ സോഡിയം കുറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് അങ്ങനെയുള്ള ചില നിസ്സാര സംഗതികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് എന്ത് ചെയ്യണം? ഓട്ടിലിട്ട് വറുത്ത് പൊടിച്ചു വെക്കണം. എന്നിട്ട് ആ ഉപ്പ് ഉപയോഗിക്കണം എല്ലാ ഭക്ഷണ സാധനത്തിനകത്തും. എന്നിട്ട് ഒരു മാസം നിങ്ങൾ സോഡിയം കുറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ വിവരം അറിയിക്കണം. സ്വാമി, ഞാൻ പിന്നെ എന്നതിൻ്റെ ശേഷം ഇതുവരെ സോഡിയം കുറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തേല് പഞ്ചസാര. ഈ ലോകത്തെമ്പാടുമുള്ള ആശുപത്രികൾ നിലനിൽക്കുന്നത് 2 രോഗം കൊണ്ടാണ്. ഈ 2 രോഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രമേഹം, മറ്റൊന്ന് പ്രഷർ. ഇതിനെ കൊണ്ടാണ് ലോകത്തുള്ള സർവ്വ ആശുപത്രികളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല, യാതൊരു സംശയവും വേണ്ട. ഇത് രണ്ടും ഉണ്ടാവില്ല. എന്താ കാരണം? കാരണം എന്താണ് ചോദിക്കുക? കഴിക്കുന്ന പഞ്ചസാര നമ്മൾ കത്തിക്കും വ്യായാമം കൊണ്ട്. കഴിക്കുന്ന പഞ്ചസാര കത്തിക്കുന്നുണ്ടോ? ഏത് സാധനം കഴിച്ചാലും പഞ്ചസാരയാണ്. ഗ്ലൂക്കോസാക്കി ഗ്ലൈക്കോജൻ ആക്കിയിട്ടാണ് നമ്മുടെ ശരീരം പഞ്ചസാരയെ ഉപയോഗിക്കുന്നത്. ഗ്ലൂക്കോസാക്കി ഗ്ലൈക്കോജൻ ആക്കാനാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പാങ്ക്രിയാസ് ശരിക്ക് ജനറേറ്റ് ചെയ്യണം. ഈ പാങ്ക്രിയാസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റിംഗ് ഉണ്ടാവും. വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇന്ധനം നിറയ്ക്കുക, ചെലവാക്കുന്നില്ല, ഇന്ധനം നിറയ്ക്കുക, ചെലവാക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ കത്തിച്ചേ മതിയാവുള്ളൂ.
അതുകൊണ്ടാണ് പഴയ കാലത്ത് അമ്പലം പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു. അമ്പലം ഇങ്ങനെ ചുറ്റിക്കളിക്കുമ്പോൾ ആരെങ്കിലും പറയാം ഇവനെന്തായിരുന്നു ചുറ്റിക്കളിക്കുന്നു പറയില്ല. എത്ര പ്രാവശ്യം വേണം ചുറ്റാ. ആ ചുറ്റുന്നത് ആരോഗ്യപരമായ ഒരു കാര്യമാണെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. രണ്ട് കാര്യം അതിൻ്റെ അകത്ത് നടക്കുന്നത്. ഒരു കാര്യം, കുളിച്ച് ഈറനൊടുത്തിട്ടാണ് നമ്മൾ അമ്പലം പ്രദക്ഷിണം വെക്കുക. ആ കുളിച്ച് ഈറനൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നനഞ്ഞ വസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നനഞ്ഞ വസ്ത്രം ഉപയോഗിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ശരീരം ഒരു നിശ്ചിത അളവിൽ ചൂടാക്കാൻ ശ്രമിക്കും. നിശ്ചിത അളവിൽ ചൂടാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താവും? സംഭരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കത്തിച്ചേ ചൂടാവുള്ളൂ. അപ്പൊ സംഭരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായിട്ട് കുറയും. അപ്പൊ സ്വാഭാവികമായി കുറയുമ്പോൾ അതിനാണ് അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റാൻ വേണ്ടി പറഞ്ഞത്. നമ്മളിപ്പോ അമ്പലത്തിൽ പോകുന്ന ചുറ്റിട്ടാണോ? ആരും അനങ്ങുന്നില്ല. അമ്പലത്തിൽ പോകുന്ന ചുറ്റിട്ടല്ല. ഇതെന്തോ ഒരു സാധനം ഒപ്പിക്കാൻ വേണ്ടി ചീട്ടുവാക്കി ഒന്ന് കൊടുത്ത് ഓടി. അമ്പലത്തിൽ പോകുന്നത് നല്ല വ്യായാമമാണെന്ന് ആരും പറഞ്ഞാന്നില്ല. പറഞ്ഞാന്നോ? ആരും അനങ്ങുന്നില്ലല്ലോ. അത് ഓരോന്നും അങ്ങനെ എടുത്ത് പരിശോധിച്ചാലേ മനസ്സിലാക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഓരോ തത്വശാസ്ത്രങ്ങളും എടുത്ത് പരിശോധിച്ചാലും മനസ്സിലാവും. പശുവിനെ ദൈവമായിട്ട് കാണുന്നത്, പശുവിനെ ദൈവമായിട്ട് കണ്ടതല്ല. വാസം മുറിച്ചാൽ പശുവിനെ വളർത്തണ്ടിക്കൽ കൃഷി ചെയ്യണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബന്ധപ്പെട്ടതാണ്. ആ പശുവിനെ വളർത്തണ്ടിക്കൽ കൃഷി ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾക്ക് വേണ്ടുന്ന നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവന്നിച്ച് ഉണ്ടോ? എന്താണ് കൃഷി ചെയ്യുന്ന? നെല്ല്. രക്തശാലി കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ല. രക്തശാലി കൃഷി ചെയ്യണം. ഈ രക്തശാലി എന്ന് പറയുന്ന നെല്ല് കരനെല്ലാണ്. അത് വെറുതെ പറമ്പത്ത് ചാടിക്കൊടുത്താൽ മതി. നമ്മൾക്ക് വേണ്ടുന്ന അരി ഉണ്ടാവുന്ന മാത്രമല്ല, ആ രക്തശാലിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് രാജാക്കന്മാരുടെ പത്നിമാർക്ക് സൗന്ദര്യം നിലനിൽക്കാൻ ആ കാലത്തെ വൈദ്യന്മാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്. ഇപ്പൊ മാത്രമല്ല റിസർച്ച് നടത്തിയത്, അന്നും റിസർച്ച് നടത്തിയിട്ടുണ്ട്. കേരളത്തില് 2600 ഇനം നെൽവിത്ത് ഉള്ള നാടാ നമ്മുടെ നാട്. ഇപ്പൊ എത്രയുണ്ട്? എത്ര പേർക്കറിയാം? ഇത്രയും നെൽവിത്തെല്ലാം ഇപ്പൊ മുഴുവനും ഇവിടെ നമ്മളൊരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഈ നെൽവിത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ നെൽവിത്ത്, അതേപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള നെൽവിത്തുകളുണ്ട്. ഈ പത്തനംതിട്ടയിൽ ഞാൻ പോയിട്ട് പ്രഭാഷണം നടത്തിയായിരുന്നു. അന്ന് വീണ ജോർജ് MLA ആണ്. അന്ന് കൃഷിമന്ത്രി സുനിലാണ്. അപ്പൊ സുനിലിനോട് ഞാൻ ചോദിച്ചു, കേരളത്തിൽ എത്ര ഇനം നെൽവിത്തുണ്ടെന്ന്. അവനൊരു 600 വരെ അവൻ പറഞ്ഞ് എന്നോട്. 600 ഉണ്ട് സ്വാമി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, 2600 ഉണ്ട്. അപ്പൊ എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു വന്ന്, നിങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുക, എന്നിട്ട് ഈ നെല്ലുകൾ കൃഷി ചെയ്യണമെന്ന്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ രക്തശാലി അരി വിതരണം നടത്തുന്ന ഇവരുടെ സൊസൈറ്റിയാണ്. അതേപോലെ നമുക്കെന്താ ചെയ്തുകൂടെ എന്നാണ് ഞാൻ രാജീവേട്ടനോട് അടക്കം ചോദിക്കുന്നത്. കാരണം ഏതായാലും നമ്മൾ ആരോഗ്യത്തിന്റെ മേഖലയിൽ ഉണ്ട്. അപ്പൊ ഇതും കൂടി ആയാൽ പൊതുജനങ്ങളുടെ ഇടയിലുള്ള നമ്മളുടെ അടുപ്പം ഒന്നും കൂടി കൂടൂലേ? ആരും അനങ്ങുന്നില്ലല്ലോ. അരി കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ വരൂ എന്നുള്ള ഒരു മിഥ്യാബോധം എടുത്ത് കളയാ. നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് എന്തെന്ന്? മഞ്ഞൾ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനം മഞ്ഞളേ അല്ല, അത് മഞ്ഞ നിറമുള്ള ഒരു പൊടി മാത്രമാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ തലച്ചോറിന് വേണ്ടുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന സാധനം നീക്കം ചെയ്ത് ഇംഗ്ലണ്ടിലേക്കും ജർമ്മനിയിലേക്കും ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും കയറ്റി അയച്ചിട്ട് മഞ്ഞ നിറമുള്ളൊരു പൊടിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. നമ്മൾക്ക് മഞ്ഞൾ കൃഷി ചെയ്തുകൂടെ? മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ എത്രയുണ്ട്? ഒന്ന് കൈ ഒന്നിച്ചേ. കുറച്ച് ആൾക്കാരുണ്ട്. എന്തായാലും നിങ്ങൾ മതി, കൂടുതൽ ആൾക്കാരൊന്നും വേണ്ട, നിങ്ങൾ മതി. കാരണം ഇതൊരു സംസ്കാരവും ഒരു ശീലവും ആയി വരണം. യോഗ ഒരു സംസ്കാരവും ഒരു ശീലമായി വന്നാൽ മാത്രമേ അതിനെ കൊണ്ടുള്ള ആരോഗ്യത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുള്ളൂ. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് കാലത്താണ്, ഇപ്പൊ ആളുകൾ ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മുട്ട് തേയ്മാനം എന്ന് പറയും. ഈ മുട്ട് തേയ്മാനം ഉള്ളവരൊന്ന് കൈവന്തിക്കുമോ? ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വകാര്യം വന്ദിച്ചാൽ മതി. ഒരു മരുന്ന് പറഞ്ഞു തരണ്ടിട്ടാണ് ഞാൻ പൊന്തിക്കാൻ പറഞ്ഞത്. അവസാനം വന്ദിച്ചത്. ഇത് വൈദ്യന്മാരെ കൈവന്തിക്കല മൂപ്പരത്. നേരത്തെ അങ്ങ് വന്ദിച്ചൂടെ? വൈദ്യന്മാരെ കൈവന്തിക്കൽ ഇങ്ങനെയാണ്. ഇങ്ങനെ എന്താ ഇങ്ങനെ വന്ദിക്കുന്നറിയോ? വൈദ്യന്മാര്
ഒരു പിന്നെ അമ്മച്ചിനെ കൊണ്ടുവന്നു. അമ്മച്ചി മരിച്ചുപോയി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പോക്കാണ്. അപ്പം വേറൊരു ചെറുപ്പക്കാരത്തിനെ കൊണ്ടുവന്ന് അസുഖം മാറി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സാരമില്ല എന്ന് പറഞ്ഞ മാതിരി പകുതി വന്നിക്കുകയാണ് ചെയ്യുന്നത്. യവം എന്നൊരു സാധനമുണ്ട്. യവം നമ്മളെ പിന്നെ സീസണല്ലോ കല്ലിക്കോടൻ്റെ പുരിയിലോ കിട്ടും യവം. അത് മേടിച്ചിട്ട് പൊടിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം, രാത്രിയത്തെ ഭക്ഷണം രാത്രി, അല്ല രാവിലത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം, അത് നമ്മൾ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കണം. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് യവം. ആ യവം നിങ്ങൾ ഒരു 2 ആഴ്ച കഴിക്കുമ്പോഴേ നിങ്ങളുടെ മുട്ടുവേദന പോയിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട. കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും കിട്ടും. പഴയ കാലത്താണെങ്കിൽ ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പഴയ കാലത്താണെങ്കിൽ എന്ത് കഴിച്ചാൽ മതി? മത്തിയോ നത്തലോ അയിലയോ കഴിച്ചാൽ മതി. ഇപ്പം മത്തിയും നത്തലും അയിലയും കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം കടലിൽ നിന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നീക്കം ചെയ്തിട്ട് ചണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്രയും പഴയ കാലത്തെ ടേസ്റ്റ് ഇല്ലാത്തത്. ആരോഗ്യ മേഖലയിലുള്ള മിക്കവാറും കാര്യങ്ങൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ഇലവർഗ്ഗങ്ങൾ ദിവസവും ഉൾപ്പെടുത്തി കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഒരുപാട് ഇലവർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇലവർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് നമ്മൾ കണ്ണിനെ സംരക്ഷിക്കേണ്ടിയിട്ടാണ്. കണ്ണിനെ സംരക്ഷിക്കാൻ യോഗയിൽ തന്നെ ത്രാടകം എന്ന് പറഞ്ഞൊരു അഭ്യാസമുണ്ട്. ത്രാടകം അറിയുന്ന ആൾക്കാർ ഒന്ന് കൈവന്നിച്ചാൽ ഇല്ല. കാരണം യോഗയിൽ അതിൻ്റെ അങ്ങോട്ട് കിടക്കുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുക. ത്രാടകം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനെ നോക്കുന്നതാണ്. സൂര്യത്രാടകം എന്നാണ് പറയുക. അതിന് സൂര്യമുദ്ര പിടിച്ചിട്ട് വേണം സൂര്യത്രാടകം ചെയ്യാൻ. രാവിലെ ഒരു 10 മിനിറ്റ് സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റുന്ന അലൗഡായ സമയത്ത് നോക്കണം എന്നാണ്. ആ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ട് പിന്നെ നോക്കരുത്. അപ്പം മുദ്ര പിടിക്കണം. മുദ്രാശാസ്ത്രം ഒരുപാടെണ്ണം ഉണ്ട്. 2 മുദ്രകൾ ഞാൻ കാണിച്ചു തരാം. എനിക്ക് പിണറായിയിലും പങ്കെടുക്കാനുണ്ട്. അതുകൊണ്ട് 2 മുദ്ര. ഇത് മുദ്ര നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഒന്ന് ഹൃദയമുദ്ര. ഇതാണ് ഹൃദയമുദ്ര. മനസ്സിലായിട്ടില്ല? ഈ വിരൽ മടക്കി താഴെ വെക്കുക. ബാക്കി 2 വിരൽ ഇങ്ങനെ പിടിക്കുക. ഹാർട്ടിന്റെ അസുഖം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹാർട്ടിന്റെ അസുഖം വന്ന് വേദന എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ ഇതേമാതിരി പിടിച്ചിട്ട് ബാൻഡേജ് ചെയ്ത് വിടുക. ആശുപത്രിയിൽ എത്തുന്നവരെ അവർ മരിക്കില്ല. യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഹൃദയമുദ്ര. കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇതൊക്കെ അനുഭവം ചെയ്തിട്ട് അനുഭവമുള്ള കാര്യമായോണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ സൂര്യമുദ്ര. ഇതാണ് സൂര്യമുദ്ര. അത് വയറിന്റെ അടിഭാഗത്ത് വെക്കുക. ഈ വയറിന്റെ അടിഭാഗത്ത് വെച്ചിട്ട് 10 മിനിറ്റേ സൂര്യനെ നോക്കുന്നു. കൂടുതൽ സമയം നോക്കണ്ട. 10 മിനിറ്റ് സൂര്യനെ കുട്ടികളെ കൊണ്ട് നോക്കുക. അതോടൊപ്പം നിങ്ങളും നോക്കുക. അപ്പൊ തിരിച്ചൊരു ചോദ്യം വരണ്ട, എന്താ സ്വാമി നിങ്ങൾ കണ്ണട വെച്ചിരുന്നു? ചോദിക്കണ്ട. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾ കണ്ണട വെച്ചിട്ടുണ്ടോ? എനിക്ക് ജന്മനാ വൈകല്യമുള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണട വെച്ച്. അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ജന്മനാ വൈകല്യമുള്ള കണ്ണട വെച്ചേ മതിയാവുള്ളൂ. നിങ്ങൾക്കൊന്നും എന്തില്ല, ജന്മനാ വൈകല്യമുള്ളവരല്ല നിങ്ങൾ. എനിക്ക് ജനിക്കുമ്പം തന്നെ കണ്ണിൻ്റെ പ്രശ്നമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കണ്ണട വെച്ചേ മതിയാവുള്ളൂ. അല്ലാതെ ജന്മനാ വൈകല്യം ഇല്ലാത്ത നമ്മൾ ഈ കണ്ണിൻ്റെ ഒരുപാട് അസുഖങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് സൂര്യതാടകവും സൂര്യമുദ്രയും. അപ്പം ഇനി മുതൽക്ക് ഈ മുദ്രാശാസ്ത്രം യോഗയിലുള്ളത് ഒരുപാടെണ്ണം നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളെയൊക്കെ വീടുകളിൽ അറിയാതെ മൂത്രമൊഴിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അവരറിയില്ല മൂത്രമൊഴിച്ചു പോകുന്നു. അത് ഈ പോസിറ്റീവ് ഗ്ലാൻഡ് തകരാറാവുന്നുണ്ടാവും. ഒന്നും ചെയ്യാനില്ല, ഈ ജലമുദ്ര പിടിപ്പിക്കുക. ഇതാ മനസ്സിലാവുന്നില്ലേ? അതന്നെ. ഈ 5 വിരലുകള് നമ്മളിലുള്ള 5 വായു, അഗ്നി, ജലം, ആകാശം, ഭൂമി, ഈ 5നെയും പ്രതിദാനം ചെയ്യുന്നതാണ്. ഈ വിരല് അഗ്നിയെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഈ വിരല്
വായുവിനെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഈ വിരല് ആകാശത്തെ പ്രതിദാനം ചെയ്യണം. ഈ വിരല് ഭൂമിയെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഈ വിരല് ജലത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും മൂത്രം ഒഴിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, പോസിറ്റീവ് ഗ്ലാൻഡിന്റെ കുഴപ്പമുള്ള ആളുകൾ അവരെന്നെ ചെയ്താൽ മതി. ഇതാ ഈ വിരലിനെ നല്ല പോലെ പ്രസ് ചെയ്യുക. അവരെന്നെ വേറെ ഒന്നും ചെയ്യണ്ട, നല്ല പോലെ ഈ വിരലിനെ പ്രസ് ചെയ്യുക. രണ്ട് കൈയുടെയും വിരലിനെ ശരിക്കും പ്രസ് ചെയ്യുക. അവർക്ക് മൂത്രത്തിന്റെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അമർത്താൻ അവർ സമയം തരില്ല, കൈ വലിച്ചാളി അവർ. കാരണം അത്രക്ക് നല്ല വേദനയുണ്ടാവും അവർക്ക്. അവർക്കറിയും അത്. ഇതാ നിങ്ങളെ വീടുകളിലോ കുട്ടികളോ ആരെങ്കിലും സ്ഥിരമായി മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ സംഗതി ചെയ്താൽ മതി. ജലമുദ്ര പിടിക്കുക, എന്നിട്ട് ഈ വിരലിനിങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ തടിച്ചവര് മെലിയാൻ പൃഥ്വി മുദ്ര പിടിച്ചാൽ മതി, തടിച്ചവർ മെലിയാൻ. ഈ വിരലാണ് പിന്നെ ഭൂമി എന്ന് ഞാൻ പറഞ്ഞു. ഈ മോതിരം ഇടുന്നില്ലേ നമ്മൾ, ഈ വിരലിനല്ലേ മോതിരം ഇടുക, ഇതിനിടുവോ? ഈ വിരലിനല്ലേ മോതിരം ഇടുക. എന്താ ആരും അനങ്ങാത്തത് അല്ലേ? അപ്പോ ഭൂമിയുടെ എലിമെന്റ്സ് ആണ് സ്വർണം. അപ്പൊ അതുകൊണ്ടാണ് ഈ വിരലിന് നമ്മൾ മോതിരം ഇടുന്നത്. അപ്പൊ ഈ വിരല് ഇവിടെ താഴത്തിങ്ങനെ പിടിക്കുക, അതാ ഇതേമാതിരി. അപ്പൊ എന്താവും? തടിച്ചവര് മെലിയും, തടിച്ചവര് മെലിയും. ഒരു സംശയവും വേണ്ട. 10 മിനിറ്റ് നേരെ പിടിക്കാം. 10 മിനിറ്റ് രാവിലെ, 10 മിനിറ്റ് ഉച്ചക്ക്, 10 മിനിറ്റ് വൈകിട്ട്. ഇത് തിരിച്ചൊരു ചോദ്യം വരുന്നതാണ്, ഇത് മാത്രം പിടിച്ചാൽ വയ്യോ? നല്ല പോലെ ഭക്ഷണം കഴിച്ചാലോ? ആ ചിലരിക്കൊരു സംശയം ഉണ്ടോ? ഓ എന്നാ സ്വാമി ഇത് നേരത്തെ പറഞ്ഞു തരണ്ടല്ലേ, ഇത് പിടിച്ചാൽ പോരെ, മെലിയോ? ഇല്ല, ഇത് പിടിച്ചാൽ മാത്രം മെലിയില്ല, മെലിയും. പക്ഷെ അതിന് കണക്കായ ആഹാര ക്രമീകരണവും നടത്തണം. അപ്പൊ നിങ്ങൾ മെലിഞ്ഞിരിക്കും, ഒരു സംശയവും വേണ്ട. പിന്നെ ഇത് നിങ്ങൾക്ക് തടിക്കാനാണെങ്കിൽ നേരെ മേലെ പിടിക്കുക. സ്ഥൂല ശരീരമുള്ള ആൾക്കാരുണ്ടാവും, ആ സ്ഥൂല ശരീരമുള്ള ആൾക്കാർ ഇങ്ങനെ പിടിക്കുക. അതോടൊപ്പം തന്നെ 1/2 കിലോ എള്ള് മേടിക്കുക, 1/2 കിലോ ഉഴുന്നും മേടിക്കുക. ഇത് രണ്ടും നല്ല പോലെ വറുത്ത് പൊടിച്ചിട്ട് ജീരക വെള്ളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെള്ളം, ചുക്ക് വെള്ളത്തിലോ കഴിക്കുക. ഒരു മാസം കഴിയുമ്പോൾ ആ കുട്ടി തടിച്ചിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. ഇനി നല്ല പോലെ മെലിയനാണെങ്കിലോ ഇതേ മുദ്ര നേരെ തിരിച്ചു പിടിക്കുക. അതോടൊപ്പം തന്നെ വേങ്ങാക്കാതൽ മേടിക്കുക, വേങ്ങാക്കാതൽ വെള്ളം വെച്ച് കുടിക്കുക. ഉറപ്പായും മെലിഞ്ഞിരിക്കും. ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ് വേങ്ങാക്കാതൽ. നിങ്ങൾക്ക് മരുന്നും കൂടി പറഞ്ഞ് തരേണ്ടത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊക്കെ കൊടുത്ത് അനുഭവം ഉള്ളതുകൊണ്ടാണ്. 10-45 കൊല്ലമായിട്ട് ആളുകൾ ചികിത്സിക്കുന്ന ഒരാളെന്നുള്ള നിലക്കാണ് ഇതും പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മളെ ആളുകൾക്ക് അധികം ബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകളാണ് അധികം. ആണോ അല്ലയോ? ആ ബാലൻസിന്റെ പ്രശ്നത്തിന് ഏറ്റവും നല്ല മുദ്രയാണ് ഈ മുദ്ര, ആകാശമുദ്ര. ഇത് പിടിക്കുകയും അതോടൊപ്പം ചെന്തമരി എന്നൊരു സാധനമുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ചെന്തമരി? ചെന്തമരി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ണൂർ ആശുപത്രിയിലെ ചുറ്റുപാടുള്ള സാധനം ചെന്തമരിയാണ്. ആ ചെന്തമരിയുടെ ഒരു 5-8 പൂവ് എടുത്തുകൊണ്ട് വരിക. ആ 5-8 പൂവ് എടുത്തുകൊണ്ട് വന്നിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിക്കുക. അത് കരിഞ്ഞാൽ അത് സാധനം എടുത്ത് കളയുക. ആ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ മതി. 4 ദിവസം കൊണ്ട് നിങ്ങളുടെ ബാലൻസിന്റെ പ്രശ്നം മാറിയിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? അതേപോലെ ചെന്തമരിക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആളുകൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ആളുകൾ മരിച്ചു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതിന് ഈ ചെന്തമരിയുടെ തളിരില അരച്ചിട്ട് തേന് കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് മൾട്ടിപ്പിൾ ആകുന്ന കാണാം. ഡോക്ടർമാരടക്കം അതിശയപ്പെട്ടു പോകും. അങ്ങനെയുള്ള ധാരാളം മരുന്നുകളും നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ യോഗയിൽ വന്നതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പൈൽസിന്റെ അസുഖം കൊണ്ടാണ് ഇന്ന് അധിക ആളുകളും, പറയണ്ട ആരും പൈൽസ് ഉണ്ട് മിണ്ടണ്ട, പക്ഷെ പൈൽസ് ഉണ്ട് നിങ്ങളെ മുഖം കണ്ടാൽ അറിയാം. കാരണം മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി. നമ്മൾ നിദാനം എന്നുള്ള ചികിത്സാ സമ്പ്രദായം പഠിക്കുന്നുണ്ട്. നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് പിടിക്കേണ്ട മുദ്ര ഏതാണ്? വായുമുദ്രയാണ് പിടിക്കേണ്ടത്. ഈ വായുമുദ്ര ഇതല്ലേ വായു എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അതെങ്ങനെ പിടിക്കണം? തിരിച്ചു പിടിക്കണം. ഇതേമാതിരി പിടിക്കുക,
ഇതേമാതിരി പിടിക്കുകയും അതോടൊപ്പം ഒരു ഔഷധവും കൂടി ഞാൻ പറഞ്ഞുതരാം. കാട്ടപ്പ എന്നൊരു സാധനമുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കാട്ടപ്പ? കാട്ടപ്പ കണ്ടവരൊന്ന് കൈവന്നിച്ച്. എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? വീട്ടിൽ നമ്മൾ പറമ്പിൽ കാണുന്നതല്ല കാട്ടപ്പ. കാട്ടപ്പ എന്ന് പറയുന്ന സാധനം മൂട്ട മണക്കുന്നൊരു ചപ്പാണ്. ഇങ്ങനെ ഞെരിടുമ്പം തന്നെ വൃത്തികെട്ട മണായിരിക്കും. കണ്ടിട്ടുണ്ടോ? എന്താ അനങ്ങാത്താരും? അതിൻ്റെ പിന്നെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഗുദത്തിലൊന്ന് തേച്ചു കൊടുത്താൽ 4 ദിവസം കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ സാധനം ചുരുങ്ങി മേലോട്ട് പോകും. ഈ മുദ്രയും പിടിക്കുക. മനസ്സിലായിട്ടില്ല? ഇതൊക്കെ പറഞ്ഞിട്ട് സാമി അങ്ങ് പോകും. നിങ്ങൾ ആരെങ്കിലും ചെയ്യോ? ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ ഇത് നിങ്ങൾക്ക് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണും. കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. ഇതൊന്നുമല്ല യോഗേൻ്റെ ഗുണം. യോഗേൻ്റെ ഗുണം വേറെയാണ്. യോഗയുടെ ഗുണം നമ്മുടെ ബോധത്തിൽ നല്ല പരിവർത്തനം ഉണ്ടാകും. ബോധത്തിൻ്റെ പരിവർത്തനമില്ലായ്മയാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്ന മിക്കവാറും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം. അതാണ് ബോധത്തിൽ പരിവർത്തനം നടത്തുന്നില്ല. നേരത്തെ പിടിച്ച മാതിരി ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞ സ്വഭാവക്കാരായി മാറാതെ അതിനെ വിശകലനം ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും പ്രാവർത്തിക ബോധം വരാനുമുള്ള കഴിവ് യോഗക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഹൃദയംഗമായ നമസ്കാരം.